ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പുതിയ SCERT 2025 പബ്ലിഷ് ചെയ്തിരിക്കുന്ന കഴിഞ്ഞ ദിവസം എടുത്തിരിക്കുന്നതിന്റെ രണ്ടാമത്തെ പാർട്ടാണ്. അപ്പൊ ഇത് ഞാൻ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള പ്ലേലിസ്റ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കാം. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കോളം കട്ടിങ്സ് മാത്രമാണ് വരുന്നത് കേട്ടോ. അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇത് തുടർച്ചയായിട്ട് തന്നെ പാർട്ട് 1 മാത്രമേ ഇതുവരെ പബ്ലിഷ് ആയിട്ടുള്ളൂ പുസ്തകം. അപ്പൊ ആ പാർട്ട് 1-നകത്ത് തുടർച്ചയായിട്ടുള്ള കണ്ടന്റ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം 1ഉം 2ഉം കണ്ടന്റ് ചാപ്റ്റേഴ്സ് ആയിരുന്നു ഇൻക്ലൂഡ് ചെയ്തത്. നമ്മൾ നോക്കുന്നത് മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് എന്ന് പറയുന്നത് ഭക്ഷ്യവസ്തുക്കളിൽ പലപ്പോഴും രുചിവർദ്ധകമായി ചേർക്കുന്ന പദാർത്ഥമാണ് മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് എന്ന് പറയുന്നത്. ഗ്ലൂട്ടാമിക് ആസിഡിന്റെ സോഡിയം ലവണമാണ് ഈ സംയുക്തം എന്ന് പറയുന്നത്. എന്തിന്റെയാണ്? ഗ്ലൂട്ടാമിക് ആസിഡിന്റെ സോഡിയം ലവണമാണ് ഈ സംയുക്തം എന്ന് പറയുന്നത്. ഗ്ലൂട്ടാമിക് ആസിഡിന്റെ സോഡിയം ലവണമാണ് ഈ ഒരു സംയുക്തം. ഗന്ധമില്ലാത്ത, ഇപ്പൊ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റിന് ഗന്ധമുണ്ടോ? ഇല്ല. വെളുത്ത പരൽ രൂപത്തിലാണ് ഇത് കാണപ്പെടുന്നത്. എങ്ങനെയാണ് കാണപ്പെടുന്നത്? വെളുത്ത പരൽ രൂപത്തിലാണ് ഇത് കാണപ്പെടുന്നത്. ഈ സംയുക്തമാണ് അജിനോമോട്ടോ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ്? രുചി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്. ഇപ്പൊ ഗ്ലൂട്ടാമിക് ആസിഡിന്റെ എന്ത് ലവണമാണ്? സോഡിയം ലവണമാണ്. ഗ്ലൂട്ടാമിക് ആസിഡിന്റെ സോഡിയം ലവണമാണ് മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്. ഗന്ധമില്ല. ഇതിന്റെ ഷേപ്പ് എന്താണ്? വെളുത്ത പരൽ രൂപത്തിലാണ് കാണപ്പെടുന്നത്. അജിനോമോട്ടോയുടെ കെമിക്കൽ നെയിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം? മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്. ഇനി നമ്മുടെ ഓൾഡ് ടെക്സ്റ്റിനകത്തുള്ളതാണ്, എന്നാലും ഇതുകൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. അതായത് റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത് എത്ര ശതമാനം എഥനോൾ വരുന്നുണ്ട്? 95.6% ആണ്. അപ്പൊ 95.6% എഥനോൾ ലഭിക്കുന്നതാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത്? റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. വാഷിനെ അംശിക സ്വേദനത്തിന് വിധേയമാക്കുമ്പോൾ എന്ത് ലഭിക്കുന്നു? 95.6% എഥനോൾ ലഭിക്കുന്നു. ഇതിന് പറയുന്ന പേരാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ്. അപ്പൊ റെക്ടിഫൈഡ് സ്പിരിറ്റിലുള്ള എഥനോൾ എത്ര പെർസെന്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം? 95.6%. ഇനി എന്തിനെ അംശിക സ്വേദനത്തിന് വിധേയമാക്കുമ്പോഴാണ് എഥനോൾ ലഭിക്കുന്നത്? വാഷിന്. അപ്പൊ വാഷിനെ ഏത് പ്രോസസ്സിന് വിധേയമാക്കുമ്പോൾ? അംശിക സ്വേദനം. അപ്പൊ എഥനോളിന്റെ പെർസെന്റേജ് ഒക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം റെക്ടിഫൈഡ് സ്പിരിറ്റിനകത്തുള്ളത്. ഇനി 100% എഥനോൾ ആണ് എങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നുണ്ട്? അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറഞ്ഞു. 95.6 ആണെങ്കിൽ റെക്ടിഫൈഡ് സ്പിരിറ്റ്, 100% എഥനോൾ ആണെങ്കിൽ അബ്സല്യൂട്ട് ആൽക്കഹോൾ. ഇനി 20% അബ്സല്യൂട്ട് ആൽക്കഹോളും 80% പെട്രോളും ചേർന്ന മിശ്രിതമാണ് ഏത്? പവർ ആൽക്കഹോൾ എന്ന് പറയുന്നത്. ഇപ്പൊ 80% പെട്രോളും 20% അബ്സല്യൂട്ട് ആൽക്കഹോളും ചേർന്ന മിശ്രിതമാണ് പവർ ആൽക്കഹോൾ എന്ന് പറയുന്നത്. 20% അബ്സല്യൂട്ട് ആൽക്കഹോളും 80% പെട്രോളും ചേർന്ന മിശ്രിതമാണ് പവർ ആൽക്കഹോൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് പെർസെന്റേജ് കൃത്യമായിട്ടൊക്കെ പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. ഇനി പ്രത്യേകിച്ച് LP UPക്കാരൊക്കെ കുറച്ചും കൂടെ SCERT കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. കാർബോക്സിലിക് ആസിഡിന്റെ പേര് ആണ് നമുക്ക് പറയുന്നത്. അതിന് ആൽക്കഹോളിന്റെ പേര്, എസ്റ്ററിന്റെ പേര്, അതിന്റെ സുഗന്ധം. അതായത് നേന്ത്രപ്പഴത്തിന്റെ സുഗന്ധം നൽകുന്ന എസ്റ്റർ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐസോ അമൈൽ അസറ്റേറ്റ്. എന്താണ്? ഐസോ അമൈൽ അസറ്റേറ്റ് ആണ് നേന്ത്രപ്പഴത്തിന്റെ ഗന്ധം നൽകുന്ന എസ്റ്റർ. ഇനി ഇതിനകത്തുള്ള ആൽക്കഹോൾ ഏതാണ്? ഐസോ അമൈൽ ആൽക്കഹോൾ. ഇനി ആ കാർബോക്സിലിക് ആസിഡ് എന്തുവാ? എഥനോയിക് ആസിഡ്. അപ്പൊ കാർബോക്സിലിക് ആസിഡ് എഥനോയിക് ആസിഡ് ആണ്. നേന്ത്രപ്പഴം റിലേറ്റ് ചെയ്ത് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന കാർബോക്സിലിക് ആസിഡ് ചോദിച്ചാൽ എഥനോയിക് ആസിഡും, ആൽക്കഹോൾ ആണെങ്കിൽ ഐസോ അമൈൽ ആൽക്കഹോളും, ഇതുമൂലം നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന എസ്റ്റർ ഐസോ അമൈൽ അസറ്റേറ്റും ആണ്. അപ്പൊ അതിന്റെ ഗന്ധമാണ് നേന്ത്രപ്പഴത്തിന്റെ ഗന്ധം എന്ന് പറയുന്നത്, സുഗന്ധം നൽകുന്നത്. ഇനി മുല്ലപ്പൂവിന്റെ സുഗന്ധം നൽകുന്ന എസ്റ്റർ ആണ് ബെൻസൈൽ എഥനോയിറ്റ്. ഇനി അതിന്റെ ആൽക്കഹോൾ പേര് പറയുമ്പോൾ എന്ത് പറയണം? ബെൻസൈൽ ആൽക്കഹോൾ. കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുമ്പോൾ എന്ത് പറയണം? എഥനോയിക് ആസിഡ് ആണ്. ഇപ്പൊ എഥനോയിക് ആസിഡ് വരുന്നുണ്ട് മുല്ലപ്പൂവിന്റെ സുഗന്ധം നൽകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അതിന്റെ ആസിഡ് എന്ന് ജസ്റ്റ് ഓർത്തുവെച്ചാൽ മതി. എഥനോയിക് ആസിഡ് അടങ്ങിയിരിക്കുന്നു. ഇനി ആൽക്കഹോൾ ആണെങ്കിൽ ബെൻസൈൽ ആൽക്കഹോൾ. ഇനി എഥനോയേറ്റ് ആണെങ്കിൽ എന്ന് പറയുന്നുണ്ട്? ബെൻസൈൽ.
ഇനിയും എഥനോയിക് ആസിഡ് തന്നെയാണ് ഓറഞ്ച് എന്ന് പറയുന്ന സുഗന്ധം നൽകുന്നത്. ഒക്ടൈൽ ആൽക്കഹോളും ഒക്ടൈൽ എഥനോയേറ്റുമാണ് അതിനകത്ത് കൊടുക്കുന്നത്. അപ്പൊ എഥനോയിക് ആസിഡ് ആയതുകൊണ്ട് ഇത് എഥനോയേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം എന്താണ്, എഥനോയിക് ആസിഡിന്റെ വേറെ വേറെ ഫോംസുകളിലായിട്ടാണ് പറയുന്നത്. അപ്പൊ അതിനകത്ത് എല്ലാം അടങ്ങിയിരിക്കുന്ന കാർബോക്സിലിക് ആസിഡ് എന്തുവാ, എഥനോയിക് ആസിഡ് ആണ്. ഇപ്പൊ നേന്ത്രപ്പഴമായാലും മുല്ലപ്പൂവായാലും ഓറഞ്ച് ആയാലും എല്ലാം കാർബോക്സിലിക് ആസിഡ് എഥനോയിക് ആസിഡ് ആണ്. അതിനകത്തുള്ള ആൽക്കഹോൾ വ്യത്യാസം, എസ്റ്ററിനകത്തും കുറച്ച് വ്യത്യാസം വരുന്നുണ്ട്. ഓൾമോസ്റ്റ് എന്ത് തന്നെയാണ്, ആൽക്കഹോളിന്റെ അതേ പേര് തന്നെയാണ് അസറ്റേറ്റ് ആയാലും എഥനോയേറ്റ് ആയാലും എസ്റ്ററിനകത്ത് പേര് കൊടുക്കുമ്പോൾ വരുന്നത്. ഇനി ബ്യൂട്ടനോയിക് ആസിഡ് ആണ് പൈനാപ്പിളിനകത്ത് വരുന്ന കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്നത്, പൈനാപ്പിളിന്റെ സുഗന്ധം. ഈഥൈൽ ബ്യൂട്ടനോയേറ്റ് ആണ് അതിന്റെ എസ്റ്റർ. ഈഥൈൽ ബ്യൂട്ടനോയേറ്റ് ആണ് അതിന്റെ എസ്റ്റർ. ഈഥൈൽ ആൽക്കഹോൾ ആണ് അതിനകത്ത് ആൽക്കഹോൾ. ബ്യൂട്ടനോയിക് ആസിഡ് ആണ് കാർബോക്സിലിക് ആസിഡ്. അപ്പൊ ഒന്നുകൂടെ നമുക്ക് പറയാം. നമുക്ക് ആദ്യത്തെ മൂന്നെണ്ണം എന്താണ്, നേന്ത്രപ്പഴം, മുല്ലപ്പൂവ്, ഓറഞ്ച് എന്നിവയുടെ സുഗന്ധം നൽകുന്ന ഇതിൽ അടങ്ങിയിരിക്കുന്ന കാർബോക്സിലിക് ആസിഡിന്റെ പേര് എഥനോയിക് ആസിഡ് ആണ്. ഓക്കെ, നേന്ത്രപ്പഴം, മുല്ലപ്പൂവ്, ഓറഞ്ച്, ഇതാണ് എഥനോയിക് ആസിഡ്. ഐസോ അമൈൽ ആൽക്കഹോളോ ഐസോ അമൈൽ അസറ്റേറ്റും ആണ് നേന്ത്രപ്പഴം റിലേറ്റ് ചെയ്ത് കറസ്പോണ്ടിങ് ആൽക്കഹോൾ ആണ് എസ്റ്റർ എന്ന് പറയുന്നത്. മുല്ലപ്പൂ ആണെങ്കിൽ ബെൻസൈൽ ആൽക്കഹോളും ബെൻസൈൽ എഥനോയേറ്റുമാണ് എസ്റ്റർ എന്ന് പറയുന്നത്. ഓറഞ്ചിന്റെ ഗന്ധം ആൽക്കഹോൾ ഒക്ടൈൽ എഥനോയേറ്റ് ആണ് എസ്റ്റർ എന്ന് പറയുന്നത്. നോർമലി എസ്റ്റർ ആണ് ചോദിക്കുന്നത്, ഇതിന്റെ ഗന്ധം എന്താണെന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നത്. ഇനി പൈനാപ്പിൾ റിലേറ്റ് ചെയ്ത് പറയുമ്പോൾ ഈഥൈൽ ബ്യൂട്ടനോയേറ്റ്, പൈനാപ്പിളിന്റെ സുഗന്ധം നൽകുന്ന എസ്റ്റർ. ഇനി ആൽക്കഹോള് ഈഥൈൽ ആൽക്കഹോള്. ഇനി കാർബോക്സിലിക് ആസിഡ് എന്താണ്, ബ്യൂട്ടനോയിക് ആസിഡ്. അപ്പൊ ജസ്റ്റ് അതിന്റെയൊക്കെ പേരൊന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഇനി ഇത് പണ്ടേ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, പക്ഷെ മിക്ക പരീക്ഷകൾക്കും പ്ലസ് 1 പ്ലസ് 2 ലെവലിലെ ഉള്ള എക്സാംസിന് യൂണിഫോം പോസ്റ്റിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അതായത് ആസ്പിരിൻ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു, പാരാസെറ്റമോള്, ഡെറ്റോള്, പെൻസിലിൻ തുടങ്ങിയവ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു. അപ്പൊ ആന്റിസെപ്റ്റിക് ആണ് നമുക്ക് എന്തെന്ന് പറഞ്ഞത്, ഡെറ്റോൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. സൂക്ഷ്മാണുക്കളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ആന്റിസെപ്റ്റിക്കുകൾ യൂസ് ചെയ്യുന്നത്. ഇനി പെൻസിലിൻ ആണെങ്കിൽ എന്താണ്, രോഗകാരികളായിട്ടുള്ള സൂക്ഷ്മ അണുക്കളെ നശിപ്പിക്കുന്നതിനും അവയുടെ വളർച്ച തടയുന്നതിനുമാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത്, ആന്റിബയോട്ടിക് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ രോഗകാരികളായ സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കാനും അവയുടെ വളർച്ച തടയുന്നതിനുമാണ് പെൻസിലിൻ ആന്റിബയോട്ടിക് എന്ന് പറയുന്നത്. ആന്റിസെപ്റ്റിക് സൂക്ഷ്മാണുക്കളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട്. പാരസെറ്റമോൾ ആണെങ്കിൽ താപനില ശരീരത്തിലെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അതാണ് പൈററ്റിക്കുകൾ. ഇനി വേദനാ സംഹാരിയായിട്ടാണ് ആസ്പിരിൻ യൂസ് ചെയ്യുന്നത്. അതൊരു അനാൾജസിക് ആണ് ആസ്പിരിൻ വേദനാ സംഹാരിയായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ശരീര താപനില കുറയ്ക്കുന്നതിന് ആന്റിപൈററ്റിക്കുകൾ, പാരാസെറ്റമോള്, സൂക്ഷ്മാണുക്കളെ നിയന്ത്രിക്കുന്നതിന് ഡെറ്റോള്, രോഗകാരികളായിട്ടുള്ള സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കാനും അവയുടെ വളർച്ച തടയുന്നതിനും വേണ്ടിയിട്ടാണ് ആന്റിബയോട്ടിക്കുകൾ. ഓക്കെ, ഇനി നമുക്ക് ആസ്പിരിൻ എന്ന് പറഞ്ഞിരിക്കുന്നത് രക്തം കട്ട പിടിക്കുന്ന സ്വഭാവത്തെ ചെറുക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഹൃദയാഘാതം തടയുന്നതിന് വേണ്ടിയിട്ട് ആസ്പിരിൻ ഉപയോഗിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എസ് എന്ന് പറയാം. ആസ്പിരിൻ വേദനാ സംഹാരിയായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന പാരസെറ്റമോളും ആസ്പിരിൻ ആണെങ്കിൽ വേദനാ സംഹാരിയായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മളിപ്പോ പഠിച്ചു. എന്തായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, അനാൾജസിക് ആയിട്ടാണ് ആസ്പിരിൻ യൂസ് ചെയ്യുന്നത്. രക്തം ചെറുക്കുന്ന സ്വഭാവമുള്ളതിനാൽ ഹൃദയാഘാതം തടയുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു ആസ്പിരിൻ ആണ്. ഇനി പാരസെറ്റമോൾ ഒക്കെ പണ്ടത്തെ 2017 കാലഘട്ടത്തിലൊക്കെ ചോദിക്കുമ്പോൾ സ്ഥിരമായിട്ട് ഇതിന്റെ സ്ട്രക്ചേഴ്സ് ഒക്കെ ചോദിക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇനി ഇപ്പൊ വരുമ്പം കൃത്യമായിട്ട് അതുകൂടെ പഠിച്ചു പോകണം. കാരണം ഓൾഡ് ടെസ്റ്റ് ആണ് 2013 ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ ലെവലിൽ ചോദിക്കുന്നത്. അപ്പം ഇനി നമുക്ക് ആ ഒരു ഇതിലേക്ക് ഇവിടെ നന്നായിട്ട് പഠിക്കണം. നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു ഔഷധമാണ് പാരസെറ്റമോൾ. ഇവിടെ നമ്മൾക്ക് ഇങ്ങനെ പഠിക്കണം, N4 ഹൈഡ്രോക്സി ഫിനൈൽ അസറ്റാമൈഡ്. N4 ഹൈഡ്രോക്സി ഫിനൈൽ അസറ്റാമൈഡ്. N4 ഹൈഡ്രോക്സി ഫിനൈൽ അസറ്റമൈഡ് ആണ് പാരാസെറ്റമോളിന്റെ കെമിക്കൽ നെയിം. N4 ഹൈഡ്രോക്സി ഫിനൈൽ അസറ്റമൈഡ്. താരതമ്യേന പാർശ്വഫലങ്ങൾ കുറഞ്ഞ ഒരു ഔഷധമാണെങ്കിലും ഉയർന്ന അളവിലുള്ള ഉപയോഗം കരളിനെ ദോഷകരമായി ബാധിക്കും. ലോകാരോഗ്യ സംഘടനയുടെ അവശ്യ മരുന്നുകളുടെ പട്ടികയിൽ പാരസെറ്റമോൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി
ആസ്പിരിൻ ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞല്ലോ വേദന സംഹാരിയായിട്ട് യൂസ് ചെയ്യുന്നൊക്കെ. അപ്പൊ അതിന്റെ കെമിക്കൽ നെയിം സ്ഥിരമായിട്ട് പറഞ്ഞിട്ട് ചോദിക്കുന്നതായിരുന്നു അസറ്റൈൽ സാലിസിലിക് ആസിഡ്. അത്രയും പഠിച്ചു വെച്ചാൽ അസറ്റൈൽ സാലിസിലിക് ആസിഡ്. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാണ്. അപ്പൊ അതായത് ഓർബിറ്റൽസ് റിലേറ്റ് ചെയ്ത് ഓർബിറ്റൽസ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഓർബിറ്റ് എന്ന് പറയുന്ന സംഭവം എന്താണ്? ഷെല്ലാണ്. അതായത് ഇലക്ട്രോൺസ് കടന്ന് കറങ്ങുന്ന ആ ഒരു റൂട്ടിന് പറയുന്ന പേരാണ് ഓർബിറ്റ് അഥവാ ഷെല്ല്. ഇനി ഓരോ ഷെല്ലിന് ചുറ്റും എന്തുണ്ട്? സബ് ഷെൽസ് ഉണ്ട്. അതായത് ഇലക്ട്രോണിനെ മാക്സിമം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്പേസ് ആണ് ഓർബിറ്റൽ എന്ന് പറയുന്നത്. ഓർബിറ്റല്. ഇപ്പൊ ഓരോ ഷെല്ലിലെയും പരമാവധി ഓർബിറ്റലുകളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ n² ആണ്. അപ്പം ഓരോ ഷെല്ലിലെയും പരമാവധി ഓർബിറ്റലുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷൻ n². ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണം, ഇതാണ് നമ്മുടെ ഓൾറെഡി ഡിസ്കസ് കൊടുത്തിരിക്കുന്നത് 2n² എന്ന് പറഞ്ഞിരിക്കുന്നത്. പരമാവധി ഇലക്ട്രോൺ. ഈ ഫസ്റ്റ് രണ്ടെണ്ണം നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഷെല്ല് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഓർബിറ്റ് റിലേറ്റ് ചെയ്തിട്ടാണ്. പരമാവധി ഓർബിറ്റലുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ, ഇപ്പൊ ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളുന്ന ഓർബിറ്റലുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടി, അതായത് കെ എന്ന് പറഞ്ഞ ഷെല്ലിനകത്ത് എത്ര എണ്ണം ഉൾക്കൊള്ളുന്നു, അതായത് അവിടെ എത്ര എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്, എഫ് ഉണ്ട്, അതാണ് ഓർബിറ്റൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സബ് ഷെൽസ് അത് n². ഇനി ഓരോ ഷെല്ലും ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? ഇനി ഓരോ ഓർബിറ്റിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയേ വരത്തുള്ളൂ? 2. അപ്പൊ എത്ര എസ് ആയിക്കോട്ടെ, പി ആയിക്കോട്ടെ, ഡി ആയിക്കോട്ടെ, എഫ് ആയിക്കോട്ടെ, അതിന്റെ ഒരു ഓർബിറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് 2 വരത്തുള്ളൂ. മൊത്തത്തിൽ എടുക്കുമ്പോഴാണ് ഓരോ ഓർബിറ്റിൽ മാക്സിമം എത്ര വരത്തുള്ളൂ? 2 വരത്തുള്ളൂ. ഇനി ഓരോ സബ്ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 2 × 2l+1 എന്ന് പറയുന്ന ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം. 2 × 2l+1. അപ്പൊ അതിന് പുതുതായിട്ടുള്ള ക്വാണ്ടം നമ്പേഴ്സിന്റെ കാര്യങ്ങളൊക്കെ +1 ടെസ്റ്റിലെ കൂടെ ഇൻക്ലൂഡഡ് ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ ടെക്സ്റ്റിനകത്ത് കൊടുത്തിരിക്കുന്നത്. പണ്ടൊക്കെ നമ്മൾ ഡിഗ്രി ലെവൽസിന് എടുത്തിരിക്കുന്ന കണ്ടന്റ്സ് ആണ് ഇപ്പോഴത്തെ 10ാം ക്ലാസ്സിലെ പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കുറെ രീതിയിലുള്ള എങ്ങനെയാണ് ആ സംഭവങ്ങൾ വരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അവിടുത്തെ ആ ഒരു L വന്നിരിക്കുന്നത്. 2 × 2l+1 എന്ന് പറയുന്നതാണ് ഓരോ സബ്ഷെല്ലിനും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത്. അസിമുതൽ ക്വാണ്ടം നമ്പർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പണ്ടെടുത്തിട്ടുണ്ടല്ലോ. ഇനി ഓരോ സബ്ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോൺ, എസിനകത്ത് എത്ര ഉൾക്കൊള്ളത്തുള്ളൂ? 2. പിക്കകത്താണെങ്കിൽ 6, ഡിക്കകത്ത് എത്ര ഉണ്ട്? 10, എഫിനകത്ത് എത്ര ഉണ്ട്? 14. അപ്പം ഇതാണ് മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. എസ് എന്ന് പറയുന്നതിനകത്ത് 2, പിക്കകത്ത് 6, ഡിക്കകത്ത് 10, എഫിനകത്ത് 14. പക്ഷെ എസിന്റെ ഒന്നിനെടുത്താലും പിയുടെ ഒന്നെടുത്താലും ഡിയുടെ ഒന്നെടുത്താലും എഫിന്റെ ഒന്നെടുത്താലും എത്രയാണ് വരുന്നത്? നമ്പർ ഓഫ് മാക്സിമം ഇലക്ട്രോൺസ് ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ 2 വരത്തുള്ളൂ. ക്ലിയർ? അപ്പൊ ഇതിന് എത്ര ഓർബിറ്റൽസ് ഉണ്ട് എന്ന് ചോദിച്ചാൽ എത്ര പറയണം? ഒരു ഓർബിറ്റൽസ്. പിക്ക് എത്ര ഓർബിറ്റൽസ് വരും? 3 ഓർബിറ്റൽസ്. ഡിക്ക് എത്ര ഓർബിറ്റൽസ് വരും? 5. എഫിന് എത്ര വരും? 7. 1, 3, 5, 7 എന്നിട്ടുള്ള രീതിയിലാണ് ഇതിന്റെ ഓർബിറ്റൽസിന്റെ എണ്ണം വരുന്നത്. മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വരുമ്പോൾ ഇതിന്റെ ഡബിളിംഗ് അങ്ങ് കൊടുത്തേച്ചാൽ മതി. ഇനി അടുത്തത് റേഡിയം. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളിൽ അറ്റോമിക് മാസ് ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് റേഡിയം. 1898 മേരി ക്യൂറിയും ഭർത്താവ് പിയറി ക്യൂറിയും ആണ് ഈ റേഡിയോ ആക്റ്റീവ് മൂലകം കണ്ടുപിടിച്ചത്. റേഡിയം പ്രകൃതിയിൽ സ്വതന്ത്രമായി കാണപ്പെടുന്നില്ല. യുറേനിയം ധാതുക്കളിലാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത്. റേഡിയത്തിന്റെ ഏറ്റവും സ്ഥിരതയുള്ള ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത്, അപ്പൊ ഇത് നോക്കാം, ഒന്നുകൂടെ പറയാൻ കേട്ടോ. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളിൽ അറ്റോമിക് മാസ് ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഇത്? റേഡിയം. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളിൽ അറ്റോമിക് മാസ് ഏറ്റവും കൂടുതലുള്ള മൂലകം റേഡിയം. ആരാണ് കണ്ടുപിടിച്ചത്? മേരി ക്യൂറിയും പിയറി ക്യൂറിയുമാണ് ഇത് കണ്ടുപിടിച്ചത്. റേഡിയം പ്രകൃതിയിൽ സ്വതന്ത്രമായിട്ട് കാണപ്പെടുന്നുണ്ടോ? ഇല്ല. ഏറ്റവും കൂടുതൽ റേഡിയം കാണുന്നത് ഏത് ധാതുവിൽ നിന്നിട്ടാണ്? യുറേനിയത്തിൽ നിന്ന്. അപ്പൊ യുറേനിയത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ റേഡിയം കണ്ടെത്തുന്നത്. റേഡിയത്തിന്റെ ഏറ്റവും സ്ഥിരതയുള്ള ഐസോട്ടോപ്പ് ആണ് ഏത്? 226. റേഡിയത്തിൻ്റെത് Ra226 ആണ് ഏറ്റവും സ്ഥിരതയുള്ള ഐസോട്ടോപ്പ്. റേഡിയം പുറപ്പെടുവിക്കുന്ന ആൽഫ വികിരണം സിങ്ക് സൾഫൈഡിൽ തിളക്കം നൽകുന്നത് കൊണ്ട് വാച്ച്, ക്ലോക്ക് മുതലായവയിൽ സ്വയം പ്രകാശിക്കുന്ന പെയിന്റായി ഈ ലോകത്തെ ഉപയോഗിച്ചിരിക്കുന്നു. എന്നൂടെ പറയാം. റേഡിയം പുറപ്പെടുവിക്കുന്നത് എന്ത് കിരണമാണ്? ആൽഫയാണോ, ബീറ്റയാണോ, ഗാമയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം? ആൽഫയാണ് റേഡിയം പുറപ്പെടുവിക്കുന്നത്.
വികിരണം എവിടെ നൽകുന്നു? സിങ്ക് സൾഫൈഡിൽ തിളക്കം നൽകുന്നത് കൊണ്ട് വാച്ച്, ക്ലോക്ക് മുതലായവയിൽ സ്വയം പ്രകാശിക്കുന്ന പെയിന്റ് ആയിട്ട് ഈ ലോഹത്തെ ഉപയോഗിച്ചിരുന്നു. ആദ്യകാലങ്ങളിൽ റേഡിയം ഐസോട്ടോപ്പുകൾ ക്യാൻസർ സംബന്ധമായ ചികിത്സയ്ക്ക് ഉപയോഗിച്ചിരുന്നു. റേഡിയോവുമായുള്ള സമ്പർക്കം ക്യാൻസറിനും ജനിതക മാറ്റങ്ങൾക്കും മറ്റു ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നതിനാൽ ഇതിന്റെ വ്യാവസായിക ഉപയോഗത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ശാസ്ത്ര ഗവേഷണത്തിനും പെട്രോളിയം പര്യവേഷണത്തിനും ന്യൂട്രോണുകളുടെ ഉറവിടമായ റേഡിയം, ബെറിലിയം എന്നിവയുടെ മിശ്രിതം ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ന്യൂട്രോണുകളുടെ ഉറവിടമായിട്ട് റേഡിയം, ബെറിലിയം എന്നിവയുടെ മിശ്രിതം ഉപയോഗിക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരിക്കണം. അപ്പൊ റേഡിയോ ഐസോട്ടോപ്പുകൾ പണ്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ക്യാൻസർ ചികിത്സയ്ക്ക്, ഇപ്പൊ അത് ഉപയോഗിക്കുന്നില്ല. പക്ഷെ പല രീതിയിലുള്ള പ്രോസസ്സുകൾക്കും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഈ റേഡിയത്തിന്റെയും ബെറിലിയത്തിന്റെയും മിശ്രിതങ്ങൾ ന്യൂട്രോണിന്റെ ഉറവിടമായിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. കണ്ടുപിടിച്ച വർഷം 1898. അപ്പൊ ഏത് മൂലകങ്ങളായിട്ട് വരും? ആൽക്കലൈൻ എർത്ത് ലോഹമായിട്ട് വരും. അറ്റോമിക് മാസ് ഏറ്റവും കൂടിയതാണ്. പ്രകൃതിയിൽ സ്വതന്ത്രമായിട്ട് കാണപ്പെടുന്നില്ല. യുറേനിയം ധാതുക്കളാണ് ഇതിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പൊ നമ്മൾ പുതുതായിട്ട് നാളെ മുതൽ ഒരു 10th മെയിൻസിന്റെ 100 days സ്റ്റഡി പ്ലാൻ ടെലഗ്രാമിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് മാത്സ് ഒഴികെയുള്ള എല്ലാ സബ്ജക്റ്റുകളുടെയും PDF അവൈലബിൾ ആയിരിക്കും. ഓരോ ദിവസവും കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻസ്. ഇപ്പൊ പ്രധാനമായിട്ടും അസിസ്റ്റന്റ് സെയിൽസ്മാൻ പോലെയൊക്കെയുള്ള പരീക്ഷകൾക്ക് നിങ്ങൾക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ NCERTയുടേതും പുതുതായിട്ട് നമ്മൾ യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്യുന്ന ഇതിൻ്റെ, അതായത് കൊച്ചു പിള്ളേർക്കും വീട്ടമ്മമാർക്കും ഒക്കെ നോട്ട്സ് ഒക്കെ എഴുതിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ PDF ഇവിടെ നോക്കുമ്പോഴും അത്യാവശ്യം വേണ്ട ക്ലാസ്സസും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. ഇംഗ്ലീഷ് മലയാളത്തിന്റെ 2021 മുതൽ ഇങ്ങോട്ട് കേരള PSC ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. കറണ്ട് അഫേഴ്സും ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ SCERT ഓൾഡ് PDF-ഉം പിന്നെ പുതിയ കണ്ടന്റും ഇൻക്ലൂഡ് ചെയ്യും. NCERT നിങ്ങളുടെ സിലബസ് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. ഫോക്കസ് ഏരിയ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളും സിലബസ് ബേസ്ഡ് ആയിട്ട് വേണ്ട കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഫുൾ 100 days ടൈം ടേബിൾ ആയിരിക്കും. കൃത്യമായിട്ട് ആ ടൈം ടേബിൾ അനുസരിച്ച് പഠിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ജോബ് നേടാൻ പറ്റും. യാതൊരുവിധ സംശയമില്ല. കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യണം. നന്നായിട്ടത് റിവിഷൻ ചെയ്യുകയും ചെയ്യണം. ആ ഒരു രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് കുറേ വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ സ്റ്റഡി പ്ലാൻസ് അറേഞ്ച് ചെയ്തു കൊടുത്ത പിള്ളേർക്കെല്ലാം നല്ല ഒരു റിസൾട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ആൻഡ് ലവ് യു ഓൾ.